നമസ്കാരം. ചലച്ചിത്ര സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ മോഷണം നടത്തിയ ബീഹാർ റോബിൻഹുഡ് മുഹമ്മദ് ഇർഫാനെ പിടികൂടിയതിന് പിന്നിൽ കേരള പോലീസിന്റെ കൊച്ചി ഓപ്പറേഷൻ. കർണാടക പോലീസിന്റെ സഹായത്തോടെ ഉടുപ്പിയിൽ നിന്ന് പ്രതിയെ പിടികൂടുകയായിരുന്നു. എന്നാൽ കൃത്യമായി കേരള പോലീസ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. കൊച്ചി ACP P രാജ്കുമാർ ആയിരുന്നു എല്ലാം ഏകോപിപ്പിച്ചത്. ജോഷിയുടെ വീട്ടിലെ മോഷണത്തിൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നിർണായകമായത്. CCTV ദൃശ്യങ്ങളിൽ നിന്ന് ഒരു ഹോണ്ട അക്കൗണ്ട് കാർ സംശയാസ്പദമായി കണ്ടെത്തി. തുടർന്ന് ഈ കാറിനെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് മോഷ്ടാവിലേക്ക് എത്തിയത്. ദൃശ്യങ്ങളിൽ നിന്ന് കാറിന്റെ നമ്പർ പ്ലേറ്റ് ഉൾപ്പെടെ തിരിച്ചറിഞ്ഞു. എന്നാൽ സംഭവ ദിവസം ഉച്ചയോടെ കാർ കാസർഗോഡ് അതിർത്തി വിട്ടതായി വിവരം കിട്ടി. ഇതോടെ കർണാടക പോലീസിന് വിവരം കൈമാറി. തുടർന്ന് കർണാടക പോലീസിന്റെ ഏകോപനത്തോടെ ഉടുപ്പിയിൽ നിന്ന് പ്രതിയെ പിടികൂടുകയായിരുന്നു. കാറിന്റെ യാത്രാ സമയമടക്കം വിശകലനം ചെയ്താണ് ഉടുപ്പിയിൽ കാർ എത്തിയിരിക്കാമെന്ന നിഗമനത്തിൽ കൊച്ചി പോലീസ് എത്തിയത്. വിവിധ CCTV പരിശോധനയിലൂടെ കാർ യാത്രയുടെ ശരാശരി വേഗം പോലും കണക്കാക്കി. കേരള അതിർത്തി വിട്ടെന്ന് ഉറപ്പാക്കിയ സമയവും കാറിന്റെ വേഗതയും കണക്കാക്കി ഉടുപ്പിയിൽ എത്തിക്കാണുമെന്ന് നിഗമനത്തിലെത്തി. അതിനുശേഷം അവിടുത്തെ ജില്ലാ പോലീസ് സൂപ്രണ്ടിന് വിവരം കൈമാറി. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചി പോലീസ് നൽകിയ നമ്പറിലെ വാഹനത്തെ ഉടുപ്പിയിൽ തടഞ്ഞു. മോഷണ വസ്തുക്കളും അതിലുണ്ടാകുമെന്ന സന്ദേശം നൽകിയിരുന്നു. ഇതനുസരിച്ച് കാറിനുള്ളിൽ നടത്തിയ പരിശോധനയിൽ കേരള പോലീസ് നൽകിയ വിവരം കൃത്യമാണെന്ന് ഉറപ്പിച്ചു. കാറിന്റെയും മോഷണ വസ്തുക്കളുടെയും വീഡിയോ ഉടുപ്പിയിൽ നിന്നും കേരള പോലീസിന് കൈമാറി. ഇതോടെ കള്ളനെ ACP രാജ്കുമാർ ഉറപ്പിച്ചു. കർണാടകയിലെ ഉടുപ്പിയിൽ നിന്ന് പിടിയിലായ ഇയാളെ തിങ്കളാഴ്ച രാവിലെ 7:30യോടെയാണ് കൊച്ചിയിലെത്തിച്ചത്. മോഷണം അറിഞ്ഞതോടെ തന്നെ കേരള പോലീസ് നടപടികളിലേക്ക് കടന്നു. കൊച്ചിയിലെ മുഴുവൻ CCTV പരിശോധിച്ചു. അതിൽ നിന്ന് കാറിലേക്ക് കള്ളൻ കയറുന്ന ദൃശ്യം കിട്ടി. കള്ളന്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ് മോഷണം പോയതായിരുന്നു. ഇതോടെയാണ് ഈ കാറിലേക്ക് മാത്രമായി അന്വേഷണം ചുരുങ്ങിയത്. അതിവേഗം CCTV പരിശോധന പൂർത്തിയാക്കിയതാണ് കേസിൽ നിർണായകമായത്. ബീഹാറിലെ സീതാമർസി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന ബോർഡാണ് പ്രതിയുടെ കാറിൽ ഘടിപ്പിച്ചിരുന്നത്. ഇയാളുടെ ഭാര്യ അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. കേരളത്തിലെ CCTV പരിശോധനയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന ബോർഡും ശ്രദ്ധിക്കപ്പെട്ടു. ഇതടക്കം ഉടുപ്പി പോലീസിന് വിവരമായി കൈമാറിയിരുന്നു. അതുകൊണ്ട് തന്നെ കടന്നുപോയ വണ്ടി അതിവേഗം അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. അങ്ങനെ ബീഹാറിലെ റോബിൻഹുഡിനെ കുടുക്കിയ മുഴുവൻ ക്രെഡിറ്റും കേരള പോലീസിൻ്റെതായി. വിവിധ മോഷണ കേസിൽ പ്രതിയായ മുഹമ്മദ് ഇർഫാൻ 1 മാസം മുൻപാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. ജോഷിയുടെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച ആഭരണങ്ങളെല്ലാം പ്രതിയുടെ കാറിലുണ്ടായിരുന്നു. അതെല്ലാം പോലീസ് കണ്ടെടുത്തതായും സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. പ്രതിക്ക് പ്രാദേശിക സഹായം ലഭിച്ചോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. ഏപ്രിൽ 20-ാം തീയതിയാണ് പ്രതി ബീഹാറിൽ നിന്ന് മോഷണം നടത്താനായി കൊച്ചിയിലെത്തിയത്. ബീഹാറിൽ നിന്ന് നേരിട്ട് കൊച്ചിയിലേക്ക് വരികയായിരുന്നു. കൊച്ചിയിലെ സമ്പന്നർ താമസിക്കുന്ന മേഖലകൾ ഇയാൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് മനസ്സിലാക്കിയിരുന്നു. തുടർന്ന് കൊച്ചി പനമ്പള്ളി നഗറിലെത്തുകയും ജോഷിയുടെ വീട്ടിൽ കയറി മോഷണം നടത്തുകയുമായിരുന്നു. ജോഷിയുടെ വീട് മാത്രം ലക്ഷ്യമിട്ടല്ല പ്രതി എത്തിയത്. അതിനു മുമ്പ് പനമ്പള്ളി നഗറിലെ 3 വീടുകളിൽ കൂടി ഇയാൾ മോഷണ ശ്രമം നടത്തിയിരുന്നതായും സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. രാജ്യത്തെ 6 സംസ്ഥാനങ്ങളിലായി 19ഓളം മോഷണ കേസുകളിൽ പ്രതിയാണ് ഇയാൾ. തിരുവനന്തപുരത്ത് ഭീമ ജ്വല്ലറി ഉടമയുടെ വീട്ടിൽ മോഷണം നടത്തിയ കേസിലും ഇയാൾ പ്രതിയാണ്. ബീഹാറിലെ 7 ഗ്രാമങ്ങൾക്ക് കോൺക്രീറ്റ് റോഡുകൾ നിർമ്മിച്ചു നൽകിയ ചരിത്രവും ഇയാൾക്കുണ്ട്. ദാനത്തിന് ശേഷം ബാക്കിയുള്ള പണം ആഡംബര ജീവിതത്തിനായി ചെലവിടും. വിവിധ സംസ്ഥാനങ്ങളിലായി 20ഓളം മോഷണ കേസുകളാണ് പ്രതിക്കെതിരെ ഇതിനോടകം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആളുകളുള്ള വീടുകളിൽ മോഷണം നടത്തുന്നതാണ് ഇർഫാന്റെ രീതി.